ജില്ലയിലെ വിവിധയിടങ്ങളിൽ ശക്തമായ മഴയിലും കാറ്റിലും നാശനഷ്ടങ്ങളുണ്ടായി. അടിമാലിയിലും പരിസര പ്രദേശങ്ങളിലും ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും ഉണ്ടായി. വീടുകൾ തകരുകയും കൃഷിയിടങ്ങളിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. വിവിധയിടങ്ങളിൽ വെള്ളം കയറി. അപകടയിടങ്ങളിൽ നിന്നും ആളുകളെ മാറ്റി പാർപ്പിച്ചു. ജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. ശക്തമായ മഴയിലും കാറ്റിലും ജില്ലയിലെ വിവിധയിടങ്ങളിൽ വ്യാപക നാശനഷ്ടങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. അടിമാലിയിലെ വിവിധ സമീപ പ്രദേശങ്ങളിലും ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലുകളും ഉണ്ടായി. വീടുകൾ ഭാഗികമായി തകർന്നു. വിവിധയിടങ്ങളിൽ വെള്ളം കയറി. ഗതാഗതം തടസ്സപ്പെട്ടു. അണക്കെട്ടുകളിൽ ജലനിരപ്പ് ഉയർന്നു. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ കല്ലാറിനും കരടിപ്പാറയ്ക്കുമിടയിൽ ഉരുൾപൊട്ടി. കല്ലുവീട്ടിൽ സൈമണിന്റെ വീട് ഭാഗികമായി തകർന്നു. വീട്ടുപകരണങ്ങളെല്ലാം നശിച്ചു. രാത്രി 11 മണിയോടെയാണ് സംഭവമുണ്ടായത്. ഉരുൾപൊട്ടലുണ്ടായ സമയത്ത് സൈമണിന്റെ അമ്മ, ഭാര്യ, മകൻ എന്നിവർ വീട്ടിനുള്ളിലുണ്ടായിരുന്നു. ആളപായമില്ല. പിന്നീട് ഇവരെ സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റിപ്പാർപ്പിച്ചു. ഏകദേശം ഒരു 11 മണി കഴിഞ്ഞപ്പോഴത്തേക്ക് 10-11 മണിയുണ്ടാവും. ഭയങ്കര ഒച്ചപ്പാട് കിട്ടും. ഞങ്ങൾ താഴത്തെ നിലയിലാണ് കിടന്നത്. അപ്പോൾ ഒച്ചയിട്ടപ്പോൾ വേറെ വിഷയമൊന്നും ഇല്ലോന്ന് ഓർത്ത് ജസ്റ്റ് ആണ് വന്നപ്പോഴാണ് ഡോറ് പൊളിഞ്ഞെടുക്കുന്നത്. അപ്പം എൻ്റെ മോൻ മേന്നാണ് കിടന്നത്. അപ്പോൾ ഞാൻ ഓടിച്ചെന്ന് നോക്കിയപ്പോൾ അവൻ്റെ പകുതിയോളം കട്ടങ്ങളൊക്കെ ആയിട്ട് കിടക്കുമായിരുന്നു. പിന്നെ ഒരു കണക്കിന് അവൻ തന്നെ എഴുന്നേറ്റ് എനിക്കങ്ങോട്ട് കയറാൻ പറ്റിയില്ല. എന്നിട്ട് അന്ന് ദിവസമായിട്ടൊന്നും സംഭവിച്ചില്ല. കല്ലാർ മാങ്കുളം റോഡിൽ കുരിശുപാറ, പീച്ചാട് തുടങ്ങി വിവിധ ഇടങ്ങളിൽ മണ്ണിടിച്ചിലും വിവിധ നാശനഷ്ടങ്ങളും റിപ്പോർട്ട് ചെയ്തു. വിവിധ ഇടങ്ങളിൽ വെള്ളം കയറി. വിരിപാറയ്ക്ക് സമീപം പാലം വെള്ളത്തിൽ മുങ്ങി. കുരിശുപാറ ടൗണിൽ തളികത്ത് പീച്ചാട് പാലത്തിന് സമീപം വെള്ളം കയറി. 14-ാം മൈലിൽ നിരവധി വീടുകളിൽ വെള്ളം കയറി. ശക്തമായ മഴയിലും കാറ്റിലും വ്യാപക കൃഷിനാശം സംഭവിച്ചു. പള്ളിവാസലിൽ ഉരുൾപൊട്ടലുണ്ടായി. മണ്ണും കല്ലും പാതയിലേക്ക് പതിച്ച് ഗതാഗതം തടസ്സപ്പെട്ടു. പിന്നീട് ഇവ നീക്കം ചെയ്ത് ഗതാഗതം പുനഃസ്ഥാപിച്ചു. பல இடங்களில் நிலச்சரிவுகள் ஏற்பட்டுருக்கு. பழைய காலேஜ் பக்கத்துலேயும் இது இடிஞ்சு ரோடு தடக்கமாகி எல்லா வண்டிகளும் அங்கங்கேயும் நிற்கு. எல்லா இடமும் ரொம்ப மோசமாக போகுது. പല இடங்களில் വേറെയിൽ വെപ്പാട്ടി പെയ്യ പാടാപ്പുറത്ത്. മൂന്നാറിലും സമീപ പ്രദേശങ്ങളിലും വ്യാപക നാശനഷ്ടമാണ് ശക്തമായ മഴയെ തുടർന്ന് ഉണ്ടായത്. വിവിധയിടങ്ങളിൽ വെള്ളം കയറി. മൂന്നാറിൽ വൈകുന്നേരം 6 മണിയോടുകൂടി ആരംഭിച്ച അതിഭീകര മഴയിൽ രാത്രി 11 മണിയോടുകൂടി വെള്ളം പൊങ്ങുകയും പഴയ മൂന്നാർ എല്ലാ ബിൽഡിങ്ങുകളും വെള്ളത്തിലാകുകയും എല്ലാ നാനാഭാഗങ്ങളിലുള്ള റോഡുകൾ മണ്ണിടിഞ്ഞു വീണ് ബ്ലോക്കാകുകയും ആർക്കും ഒരു വാഹനം പോലും പോകാത്ത അവസ്ഥയിലായി മൂന്നാർ ഒറ്റപ്പെട്ടുപോയി. ഗ്യാപ്പ് റോഡിൽ മണ്ണിടിച്ചിലുണ്ടായി. ഗതാഗതം തടസ്സപ്പെട്ടു. ആളപായമില്ല. ശക്തമായ മഴയിൽ രാജാക്കാട് ഗവൺമെന്റ് സ്കൂളിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു. മഴ ശക്തിയാർജിച്ചതോടെ കല്ലാർകുട്ടി ഡാമിന്റെ എല്ലാ ഷട്ടറുകളും തുറന്നു. വിവിധ അണക്കെട്ടുകളിൽ ജലനിരപ്പ് ഉയർന്നു. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. ബൈസൺ വാലി ഗ്രാമപഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. വിവിധ ഇടങ്ങളിൽ മണ്ണിടിഞ്ഞും വെള്ളം കയറിയും നാശനഷ്ടങ്ങളുണ്ടായി. പൈസൺ വാലി 8-ാം വാർഡിലെ ദേവീഭവൻ വീട്ടിൽ പശുപതി മഞ്ജുകുമാറിന്റെ വീട് തകർന്നു. കഴിഞ്ഞ രാത്രി 10 മണിയോടെ സമീപത്തെ വീടിന്റെ സംരക്ഷണ ഭിത്തിയിടിഞ്ഞ് വീട്ടിലേക്ക് പതിച്ചാണ് വീട് തകർന്നത്. ആ സമയത്ത് വീട്ടിൽ 3 പേരാണ് ഉണ്ടായിരുന്നത്. 10:15 காற்று மழை வந்து இப்போ பின்னாடி மாரசாமி கெட்டிடிஞ்சு எங்கள் வீடு நஷ்டப்பட்டு போயிடுச்சு. இதை எம்எல்ஏமாரும் மந்திரிமாரும் ஏதாவது எங்களுக்கு ஒரு உபகாரம் செய்யணும். இதில் நாங்கள் தப்பிச்சு ஓடி രക്ഷപ്പെട്ടിട്ടோம். മറ്റ് ആളപായമില്ല. പശുപതിയുടെ വീടിനി താമസയോഗ്യമല്ല. പഞ്ചായത്ത് മെമ്പർമാരുൾപ്പെടെയെത്തി പ്രദേശത്ത് സന്ദർശനം നടത്തി. സുരക്ഷിത സ്ഥലത്തേക്ക് മാറി താമസിക്കുവാൻ നിർദ്ദേശം നൽകി. ശക്തമായി തുടരുന്ന കാലവർഷക്കെടുതിയിൽ ദേശമാലി ഗ്രാമപഞ്ചായത്തിൽ 8-ാം വാർഡിൽ മാടസ്വാമി എന്ന് പറയുന്ന ആളുടെ ചുറ്റുമതിൽ ഇടിഞ്ഞു പോവുകയും തൊട്ടടുത്തുള്ള മഞ്ജുകുമാർ എന്ന ആളുടെ വീട് പൂർണ്ണമായി നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. മാടസ്വാമിയുടെ വീടും അതുപോലെ തന്നെ അപകടാവസ്ഥയിലാണ് നിലനിൽക്കുന്നത്. തുടർന്ന് പിന്നെ അവരെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റാനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്ത് വളരെ സജീവമായി തന്നെ ഇക്കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട്.
ബൈസൺവാലി 8-ാം വാർഡിലെ പമ്പ് ഹൌസ് ഭാഗത്ത് തോട് കരകവിഞ്ഞൊഴുകി നിരവധി വീടുകളിൽ വെള്ളം കയറി. 3ഓളം വീടുകളിലാണ് ശക്തമായ മഴയെ തുടർന്ന് തോട് കരകവിഞ്ഞൊഴുകി വെള്ളം കയറിയത്. കുരിശിങ്കൽ, ബിജോ KJ, വേലപ്പൻ കുമ്പളാക്കൽ എന്നിവരുടെ വീടുകളിലാണ് വെള്ളം കയറിയത്. ഇവരെ മാറ്റിപ്പാർപ്പിച്ചു. ബൈസൺവാലി 8-ാം വാർഡിലുൾപ്പെടെ വിവിധയിടങ്ങളിൽ മണ്ണിടിച്ചിലും രൂപപ്പെട്ടു. അപകടാവസ്ഥ നിലനിൽക്കുന്ന വീടുകളിലെ ജനങ്ങളെ മാറ്റിപ്പാർപ്പിച്ചതായും ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നതായും ബൈസൺവാലി പഞ്ചായത്ത് പ്രസിഡന്റ് റോയിച്ചൻ അറിയിച്ചു. പഞ്ചായത്തിലെ 7-ാം വാർഡിൽ ഇന്നലെ രാത്രി 11 മണിയോടുകൂടി ഉരുൾപൊട്ടി. അതോടൊപ്പം തന്നെ പമ്പ് ഹൗസിൽ 3-4 ആളുകളുടെ വീട്ടിലേക്ക് വെള്ളം കയറുകയും രാത്രി വെള്ളം കയറുകയും ചെയ്തു. അതിന് പരമായിട്ട് നമ്മൾ പഞ്ചായത്ത് കൊട്ടങ്ങാട് സ്കൂളിൽ ക്യാമ്പ് ആരംഭിച്ചിട്ടുണ്ട്. ബൈസൺവാലി പഞ്ചായത്തിലെ എല്ലാ സ്ഥലങ്ങളിലും ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും പഞ്ചായത്ത് ഓർഗനൈസേഷൻ നിലവിൽ ചെയ്തു. ബൈസൺവാലി 8, 12 വാർഡുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന റോഡ് തകർന്നു. ഇരു വാർഡുകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന റോഡിന്റെ അടിഭാഗത്തുനിന്നും മണ്ണിടിഞ്ഞതോടെ റോഡ് ഏതു നിമിഷവും പൂർണ്ണമായും തകർന്ന് വീടുകൾ ഒറ്റപ്പെടാവുന്ന അവസ്ഥയിലാണ്. അവശേഷിക്കുന്ന റോഡിന്റെ ഭാഗം കൂടി തകരുന്നതോടുകൂടി പ്രദേശത്തെ 50ഓളം വീടുകൾ ഒറ്റപ്പെട്ട സ്ഥിതിയിലാകും. അധികൃതർ അടിയന്തരമായി ഇടപെടണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസം പെയ്ത ശക്തമായ മഴയിൽ നിരവധി വീടുകളാണ് ഇവിടെ ഒറ്റപ്പെട്ടത്. നമ്മുടെ ഈ വഴി ഈ രീതി നഷ്ടപ്പെട്ടു പോയതാണ്. ഞങ്ങളിത് പരാതിയെല്ലാം കൊടുത്ത് ഇവരെല്ലാം വന്ന് നോക്കി ഞങ്ങൾക്ക് 28 ലക്ഷം രൂപ ഞങ്ങൾക്ക് ഈ റോഡിന് അനുവദിച്ചതാണ്. വന്ന് ഈ വഴിയോടെ വന്നിട്ട് ഈ 28 ലക്ഷം രൂപയ്ക്ക് അനുവദിച്ച് തന്നു കഴിഞ്ഞപ്പോഴത്തേക്കും സർക്കാരിൻ്റെ കളിയാൻ തോന്നുക. എങ്ങനെയാണോ ഈ പൈസ 1 കോടി രൂപയ്ക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ഇത് കൊടുത്തതാണ്. ഞങ്ങൾക്ക് ഏതാണേലും ഞങ്ങളുടെ വഴി ഇതാക്കി ഞങ്ങൾക്ക് കുറേ വീട്ടുകാരുണ്ട് ഞങ്ങളിവിടെ താമസിക്കുന്നവർ. ഞങ്ങൾക്ക് അങ്ങോട്ട് നടക്കണ്ടേ, ആ വഴി പോയാൽ അതിലൂടെ വഴിയില്ല. ഇതുള്ള ആകെപ്പാടെ ഒരു വഴി. ഇവിടെ ഇതിൻ്റെ പൊക്കത്ത് ഒരു കിണറാണ്. ഞങ്ങൾക്ക് ഈ വഴി പോയി കഴിഞ്ഞാൽ പിന്നെ ഈ ഉടമസ്ഥ ഞങ്ങൾക്ക് വഴിയും തരത്തില്ല, സ്ഥലമില്ല. പിന്നെ ഞങ്ങളുടെ അവരവസ്ഥ എന്ന് പറഞ്ഞാൽ ഇതെങ്ങനെ പഞ്ചായത്തുകാരോട് ഞങ്ങൾ പരാതി കൊടുക്കാനൊക്കെ ഇവരെല്ലാവരും ഞങ്ങൾ പറഞ്ഞതാണ്. ഇനി എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കി തരും, അത്രേ ഉള്ളൂ. ശക്തമായ മഴയെ തുടർന്ന് ഒഴുക്ക് വർദ്ധിച്ചതോടെ പ്രദേശത്തെ പാലത്തിന്റെ കൈവരിയും തകർന്നു. പാലത്തിന്റെ കൈവരി തകർന്നതോടെ വലിയ അപകടാവസ്ഥയാണ് ഇവിടെ നിലകൊള്ളുന്നത്. രാജകുമാരി വില്ലേജിലെ 7 കുടുംബങ്ങളെ ഖജനാപ്പാറ ഹൈസ്കൂളിൽ ആരംഭിച്ച ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. മണ്ണിടിച്ചിൽ സാധ്യതയെ തുടർന്നാണ് കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചത്. മൂന്നാറിലേക്കുള്ള എല്ലാ വഴികളും അടഞ്ഞു. മൂന്നാർ ഒറ്റപ്പെട്ട സ്ഥിതിയിലാണ്. മൂന്നാർ തേനി, മൂന്നാർ അടിമാലി, മൂന്നാർ മറയൂർ അന്തർ സംസ്ഥാന പാതകളിൽ കഴിഞ്ഞ രാത്രിയുണ്ടായ മഴയിൽ നിരവധിയിടങ്ങളിൽ മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടു. അടിമാലി മന്നാങ്കാലിയിൽ വീടിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു. പെരുന്നിലത്ത് ഷാജഹാന്റെ വീടിന്റെ സംരക്ഷണ ഭിത്തിയാണ് ഇടിഞ്ഞത്. സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണതോടെ വീട് അപകടാവസ്ഥയിലായി. ഇരുട്ടുകാനം 2-ാം മൈൽ റോഡിൽ ആനച്ചാൽ ആൽത്തറയ്ക്ക് സമീപം പൂങ്കുടിയിൽ ജയന്റെ വീടിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ് വീട് അപകടാവസ്ഥയിലായി. ഇതുവഴിയുള്ള ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടിരുന്നു. ഇനിയും മഴ തുടർന്നാൽ ബാക്കിയുള്ള ഭാഗം കൂടി ഇടിഞ്ഞ് വീടിന് കേടുപാടുകൾ സംഭവിക്കുവാൻ സാധ്യത വർദ്ധിച്ചു. വീടിന്റെ മുറ്റത്തായി കെട്ടിയിരുന്ന വളർത്തുനായിയുടെ കൂട് പൂർണ്ണമായും തകർന്ന് റോഡിലേക്ക് പതിച്ചു. അധികൃതർ ഉടൻ നടപടികൾ സ്വീകരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. 4:45 വലിയൊരു ശബ്ദം കേട്ടു. പെട്ടെന്ന് ഉറക്കം വന്ന് ചാടി വെളിയിൽ ഇറങ്ങിക്കഴിയുമ്പം പട്ടിക്കൂടും മുറ്റും ഒക്കെ ഇടിഞ്ഞ് താഴേക്ക് പോയ രീതി കണ്ടു. കെട്ടെല്ലാം ഇടിഞ്ഞ് മൊത്തം താഴേക്ക് പോയി. വീടിന് നിലവിൽ ഭീഷണിയില്ല, എന്നാലും ഇനി ഇടിഞ്ഞു കഴിഞ്ഞാൽ വീടിന് ബാധിക്കാൻ സാധ്യതയുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ബ്യൂറോ അടിമാലി.